ചാമ്പ്യൻസ് ട്രോഫി കപ്പിനായുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചില്ല എന്ന വാർത്ത കൂടി വരികയാണ്. രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റൻ. സഞ്ജു സാംസൺ ടീമിലില്ല. മുഹമ്മദ് ഷമി ഏകദിന ടീമിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഏറെ പ്രതീക്ഷ വെച്ചിരുന്നു സഞ്ജു ടീമിലുണ്ടാകുമെന്ന്. കഴിഞ്ഞ മാച്ചുകളിലെ ഫോമിലടക്കം വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്നു. പക്ഷേ ഫോം ഉണ്ടായിട്ടും സഞ്ജു ടീമിലില്ല എന്ന സങ്കടകരമായ വാർത്ത കൂടി വരികയാണ്. ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ വായിച്ചിരുന്നു. ശ്രീനാഥ്, ടീമിന്റെ ലൈനപ്പ് എങ്ങനെയാണ്? രോഹിത് വീണ്ടും തിരിച്ചെത്തുന്നുണ്ട് ഇന്ത്യൻ ക്യാപ്റ്റനായിട്ട് തന്നെ, പക്ഷേ സഞ്ജുവില്ല. എങ്ങനെയാണ് ടീമിന്റെ ലൈനപ്പ്? ഇപ്പോൾ വാർത്താ സമ്മേളനം പുരോഗമിക്കുകയാണ്. നമ്മൾ വാർത്താ സമ്മേളനം നടക്കുന്നിടത്താണ്. സഞ്ജു സാംസൺ ഏതായാലും ടീമിൽ ഇടം ലഭിക്കുന്നില്ല. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ള കാര്യത്തിൽ ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ മുഹമ്മദ് ഷമി ടീമിൽ തിരിച്ചെത്തുന്നു. 14 മാസങ്ങൾക്ക് ശേഷമാണ് ഷമി തിരിച്ച് ടീമിലേക്ക് എത്തുന്നത്. ഇപ്പം തന്നെ യശസ്വി ജയ്സ്വാൾ ഏകദിന ടീമിലേക്ക് എത്തുന്നു എന്നതും ശ്രദ്ധേയമായ. യശസ്വി ജയ്സ്വാൾ അടക്കം ഏകദിന ടീമിലേക്ക് എത്തുന്നു. പക്ഷേ ഫോമുള്ള സഞ്ജു ഇന്ത്യൻ ടീമിലില്ല എന്ന വിഷമകരമായ വാർത്ത കൂടി വരുന്നു. എന്തുകൊണ്ട് സഞ്ജുവിനെ പരിഗണിച്ചില്ല എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ക്യാപ്റ്റൻ തന്നെ വിശദീകരണം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഷമി 14 മാസത്തിന് ശേഷം ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അതിനപ്പുറം കഴിഞ്ഞ ടെസ്റ്റ് ഓസ്ട്രേലിയയായിട്ടുള്ള ടെസ്റ്റ് പരമ്പരയിലടക്കം മോശം ഫോമിലുണ്ടായിരുന്ന, കളിക്കാൻ ഇറങ്ങാതിരുന്ന രോഹിത് ശർമ്മ ക്യാപ്റ്റനായി തന്നെ വീണ്ടും എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ചാമ്പ്യൻസ് ട്രോഫി കപ്പിനായുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷ പുലർത്തിയെങ്കിലും, മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും സഞ്ജു ടീമിലില്ല എന്ന സങ്കടകരമായ വാർത്ത കൂടിയുണ്ട്. 2020-ലടക്കം സഞ്ജുവിന്റെ പ്രകടനങ്ങൾ മികച്ചതായിരുന്നു, ഫോമിലായിരുന്നു സഞ്ജു. പക്ഷേ സഞ്ജു ടീമിലിടം പിടിച്ചില്ല. യശസ്വി ജയ്സ്വാൾ അടക്കം ഏകദിന ടീമിലേക്ക് എത്തുന്നു. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ശ്രീനാഥ് ചന്ദ്രൻ, അവിടെ ഇപ്പോൾ ഈ ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം പുരോഗമിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫികൾ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, സഞ്ജു സാംസൺ ടീമിലില്ല. മുഹമ്മദ് ഷമി ഏകദിന ടീമിൽ തിരിച്ചെത്തുന്നു. അനിൽ, നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. 2020-ലടക്കം സഞ്ജുവിന്റെ ഫോമൊക്കെ മികച്ചതായിരുന്നു. പക്ഷേ സഞ്ജു ടീമിൽ ഇടം പിടിക്കുന്നില്ല, വീണ്ടും തഴയപ്പെടുന്നു. തീർച്ചയായും സഞ്ജുവിന്റെ കാര്യത്തിൽ ഒരു നിരാശപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കാരണം ഇന്ത്യ അവസാനമായി കളിച്ച ഒരു ഏകദിന മത്സരത്തിൽ, അതായത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിലെ അവസാന മത്സരത്തിൽ സഞ്ജു സെഞ്ചുറി നേടിയതാണ്. അപ്പോൾ ഇന്ത്യൻ ടീമിൽ സഞ്ജു, ഏകദിന ടീമിലും സഞ്ജു സ്ഥിരമാകുമെന്ന് കരുതിയാണ്. പിന്നാലെയാണ് 2020-ൽ 3 സെഞ്ചുറികൾ സഞ്ജുവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പക്ഷെ അതൊന്നും പരിഗണിച്ചില്ല. സഞ്ജുവിന് വലിയ തിരിച്ചടിയായത് ഒരുപക്ഷെ വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാത്തതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാത്തത്. സഞ്ജു കളിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിൽ പോലും KCA ഇക്കാര്യത്തിൽ സീനിയർ താരങ്ങൾ വേണ്ട, യുവതാരങ്ങളെ വെച്ച് വിജയ് ഹസാരെ ട്രോഫിയിൽ കളിച്ചാൽ മതി, അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ പോയിരുന്നു. ഒരുപക്ഷെ ഇതിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ തന്നെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. സഞ്ജുവിന്റെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇല്ലെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കുന്നത് സഞ്ജു തഴയപ്പെടാനുള്ള ഒരു കാരണം KCA-യുമായി ഉണ്ടായ ആശയക്കുഴപ്പമാണ്. അല്ലെങ്കിൽ KCA-യിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ഇക്കാര്യത്തിൽ കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സഞ്ജു ടീമിലുണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. അതുപോലെ തന്നെ സഞ്ജു ടീമിൽ ഉള്ള ഋഷഭ് പന്തിൽ തന്നെ വിശ്വാസമർപ്പിക്കാൻ തന്നെയാണ് ടീം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അവസാനം നടന്ന ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിലും ഋഷഭ് പന്തിനായിരുന്നു അവസരം നൽകിയത്. ഋഷഭ് പന്ത് ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർ എന്നത് കൂടി പരിഗണിച്ചാണ് ഒരുപക്ഷെ മിഡിൽ ഇന്ത്യയുടെ മധ്യനിരയിൽ കൂടുതൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ വേണം എന്നത് കരുതി കൂടിയാണ് ഋഷഭ് പന്തിനെ പരിഗണിക്കുന്നത് എന്നാണ് അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിന് വിശദാംശം നൽകിയത്. ഇന്ത്യൻ ടീമായി, ഇന്ത്യൻ ലൈനപ്പായി പക്ഷേ സഞ്ജുവില്ല. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തുടർച്ചയായ സെഞ്ചുറികൾ നേടിയിട്ടും ഫോമിലായിട്ടും സഞ്ജു എന്തുകൊണ്ടിൽ നടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകൾ നമുക്ക് അറിയാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.